ഗൈസ് കിട്ടി. നോ എന്തായിട്ടുണ്ടാവും? Challenge, challenge, challenge. I don't like it, but challenge likes me. അല്ല ഗൈസ്, അപ്പോൾ നമ്മളുടെ ഒരു മിനിറ്റ് അപ്പോൾ നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അത് കഴിയുന്നിട്ട് ഇപ്പോൾ സംഭവം കുറേ ആൾക്കാർ എന്നോട് ചാലഞ്ച് വീഡിയോ ചെയ്യോ. പക്ഷേ ഞാൻ ചാലഞ്ച് വീഡിയോ ചെയ്തേനെ ഇവിടെ വെച്ചിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നത് എന്തോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ ചെറിയൊരു ചാലഞ്ചിൽ തുടങ്ങാമെന്ന് വിചാരിച്ചേ. എവിടെ സെറ്റാവും ഇതിൻ്റെ ഗ്ലാസ്. ഇത് നമ്മുടെ ഒരു അനിയൻ ഗിഫ്റ്റ് തന്ന സാധനം. ഇത് ലൈഫിൽ ഞാൻ എവിടെയും ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് ഒരു കുമ്മിന് വേണ്ടി. അപ്പോൾ കണ്ടൻറ്റ് എന്തെന്നറിയോ, ഞാൻ റിസു നീയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഞാൻ എൻ്റെ അതിന് മുമ്പ് ഒരു സാധനമുണ്ട്. ഇതാണ് നമ്മുടെ ചാലഞ്ചിന് ഉപയോഗിക്കുന്ന 2 എക്യുപ്മെൻറ്റ്സ്. ഒന്ന് പേന, നല്ല വിലയുള്ള പേന കേട്ടോ. പിന്നൊന്ന് ഡയറി വേണ്ടിയിട്ടല്ല, ഒരു പേപ്പർ വേണമായിരുന്നു. പിന്നെ ഇത് യൂസ് ഞാൻ ഇതുപോലത്തെ കാര്യത്തിനാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് തന്നത് ടൈൽസ് മാർട്ട് എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ടൈല് കടയിലെ അവിടെ ഒരു ഞാൻ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. മുണ്ട് കറ്റല്ലേ. അപ്പോൾ ഈ ബുക്കിനകത്ത് ഞാനൊരു 3 നമ്പർ എഴുതും. ഏതെങ്കിലും ഒരു നമ്പർ 100ൻ്റെ ഉള്ളിലുള്ള 3 ചോദ്യമാണ്. റിസു നീയും കൂടി കേൾക്കാനാണ്. 3 ചോദ്യം, 3 നമ്പർ എഴുതും. ഈ 3 നമ്പറിൽ ഇവളോട് ഞാൻ ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 8ൻ്റെയും 15ൻ്റെ ഇടയിൽ ഒരു നമ്പർ ഞാൻ 10 എഴുതി. എന്നിട്ട് ഞാൻ ഇവളോട് പറയും, എടിയാ 8ൻ്റെയും 15ൻ്റെ ഇടയിൽ ഒരു നമ്പർ. ഇവൾ കറക്റ്റ് പറയുകയാണെങ്കിൽ പാസ്, 50 രൂപ കൊടുക്കും. വലിയ എമൗണ്ട് ഒന്നുമില്ല, 50 രൂപ. ഓക്കെ അല്ലേ? അപ്പം 3 ചോദ്യം, ഈ 3 നമ്പർ കറക്റ്റ് പറഞ്ഞാൽ 150ആയി, 2 പറഞ്ഞാൽ 100ആയി, 1 പറഞ്ഞാൽ 50ആയി. പിന്നെ ഒരു കാര്യം, ഈ പൈസ കൊണ്ട് നിനക്കിപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ അങ്ങനെ ഒന്നും അല്ലാതെ ഈ പൈസ കൊണ്ട് നിനക്ക് എന്തും ചെയ്യാം. നിനക്ക് ആർക്കെങ്കിലും നിനക്ക് കിട്ടിയ 150 രൂപയുടെ ആർക്കെങ്കിലും ഫുഡ് എടുത്തു കൊടുക്കാം, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കാം, നോമ്പുറക്കാം, ഇത് കൊണ്ടുവരാം. പറ്റുവാണെങ്കിൽ ഞാൻ അതും വീഡിയോ ചെയ്യാം. ആ പൈസ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് നിൻ്റെ ചോയ്സാണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിത് എഴുതാൻ പോവാം. ഞാൻ 3 നമ്പർ എഴുതും. ക്യാമറ ഒന്ന് എൻ്റെ അടുത്ത് വന്ന മെല്ലെ, നീ ഒരു മിനിറ്റ്, നീ ഇവിടെ നിന്ന് നീ തിരിയാൻ പാടില്ല, അങ്ങോട്ട് തന്നെ നോക്കിയേക്കണോ. ഓക്കെ, കാമോൺ. എഴുതുന്ന എങ്ങനെ എഴുതിയാലെന്ത്? വാ, അല്ലല്ല നീയല്ല, ഇതാണ് നമ്പറുകൾ, 3 നമ്പറുകൾ. ഓക്കെ, ഇതാണ് നമ്പർ. എന്നെ ക്യാമറ ബാക്കോട്ട് പോയിക്കോ. ഒന്ന് ക്യാമറ കട്ട് ചെയ്ത് ജസ്റ്റ് നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ പെങ്ങളാണ്, നോക്കിയിരിക്കണമല്ലോ, കൈ കിടക്കുന്നത്. എൻ്റെ സ്റ്റാൻഡ് വരും കേട്ടോ അടുത്ത മാസം. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ചേരൂല, ഇത് ഓവർ ഡോസാണ്. നീ നോക്കണ്ട, നീ അങ്ങോട്ട് തന്നെ. ചോദ്യം നമ്പർ 1. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ നമ്പറുകൾ മോളെ. ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 13ൻ്റെയും 21ൻ്റെയും ഇടക്കുള്ളത്. പിന്നെ ഒരു കാര്യം, ഒറ്റ പ്രാവശ്യം ഉത്തരം പറയാൻ പറ്റൂ. 2 പ്രാവശ്യം പറഞ്ഞാൽ കട്ട്. നിനക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 50 രൂപ മൈനസാണ്. ഒരു ഉത്തരം ശരിയാക്കിയാലും നീ 2 വട്ടം ഒരു ഉത്തരം പറയുകയാണെങ്കിൽ നിനക്ക് പ്ലസ് കിട്ടിയാൽ അത് മൈനസാണ്. മീൻസ് 50 ഞാൻ തരൂല. ഓക്കെ, നീ 3 ചോദ്യത്തിൽ 2 വട്ടം ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നിനക്കിപ്പോൾ ബാക്കി ഏതെങ്കിലും എമൗണ്ട് കിട്ടിയാൽ കിട്ടൂല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, മനസ്സിലായല്ലേ? ഇത് കാണുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്തോ? പഠിച്ച റബ്ബിനറിയാം, ഞാനുണ്ടല്ലേ ക്യാമറയിലെ, അതറിഞ്ഞാൽ മതി. അപ്പോൾ നീ പറ, 13ൻ്റെയും 21ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പറാണ് എൻ്റെ ഫസ്റ്റ് നമ്പർ. എത്രയായിരിക്കും? ഒരു കുറേ നേരമൊന്നുമില്ല, കാൽക്കുലേഷൻ ഒരു 10 സെക്കൻഡ് ഉള്ളിലൊക്കെ പറയാൻ പറ്റണം. 15. അത് തെറ്റാണ്. താങ്ക് യു. ഇങ്ങനെ പോയാൽ ഞാൻ 500 വെച്ചാൽ മതിയായിരുന്നു അല്ലേ? എനിക്കിത് ലാഭമായിരുന്നില്ല. എത്ര നമ്പർ? 16. ആ, അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യന്, കുറേ ഒന്നുമില്ല. 23ൻ്റെയും 29ൻ്റെയും ഉള്ളിലൊരു സംഖ്യ. 23ൻ്റെയും 29ൻ്റെയും ഉള്ളിലൊരു സംഖ്യ. 28. തേഞ്ഞ ഇല്ല, അതും പോയി.
അങ്ങനെ അപ്പൊ ഏത് നമ്പറാണ് എഴുതിട്ട് വെച്ചിട്ടില്ല? 23 തന്നെ. എന്ത് കാഴ്ച ഇത്? അടുത്തത് സിമ്പിള്, കുറെ ആലോചിക്കാൻ മാത്രം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് എന്ന് പറഞ്ഞാലില്ലേ, ഒരു 60ന്റെയും 67ന്റെയും ഉള്ളിലുള്ളൊരു സംഖ്യ. 60ഉം 67ഉം. ആ, അപ്പൊ 67. 67. അതാ കിട്ടി, 50 രൂപ കിട്ടി. അത് പാസ്. അങ്ങനെ കിട്ടി. ഗൈസ് ലാസ്റ്റത്തെ ചാലഞ്ച് ഫസ്റ്റ് 50 കൊടുത്തു. നമ്മൾ ഈ ചെറിയ എമൗണ്ട് ഇപ്പോൾ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വലുത് വലുത് കൊടുക്കാം. ആർക്കല്ല, എൻ്റെ വൈഫിനെ. അടുത്ത ചാലഞ്ചിൽ എൻ്റെ കസിൻസിനെയും എൻ്റെ ബ്രദേഴ്സിനെയും എല്ലാം കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് ചില്ല് ചെയ്യാം. 500, 1000 എന്നെല്ലാം പറഞ്ഞിട്ട്. അതിൻ്റെ ഗുണം എനിക്ക് നിങ്ങളുടെ വീഡിയോസിൽ കിട്ടണം. വെറുതെ ഞാൻ പൈസ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പം 50 കിട്ടി, തീർന്നിട്ടില്ല കേട്ടോ. അല്ല, ഇവർക്ക് അത്ര ബുദ്ധി ഇല്ല. പിന്നെന്തോ ലക്ക്. ബൈ ദ ബൈ. അപ്പോൾ ഉണ്ടല്ലോ, പോയ 50 ഞാൻ തിരിച്ചെടുക്കണ്ടേ? എനക്കൊരു ടാസ്ക് തരുന്നുണ്ടല്ലോ. എന്നാൽ പിന്നെ ആ ടാസ്ക് എന്താണെന്ന് നോക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. 50 എത്ര തരുന്ന പൈസ? എത്ര? 50? 50 തന്നെ മതിയാ? ഇതുവരെ കൂട്ടി തരാൻ പറ്റുമോ? എന്ത് സംഭവം? ടാസ്ക് പറയേ, ഏറ്റെടുക്കാൻ റെഡി. ഈ ബുക്കിന്റെ ഉള്ളിലേ ഞാനൊരു ഐറ്റമിന്റെ പേര് എഴുതും. ഒരു 4-5 ഓപ്ഷൻ തരും. അതിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 50 രൂപ അങ്ങോട്ട് കിട്ടും. ഓക്കെ ഓക്കെ, സംഭവം മനസ്സിലായി. അതായത് ഇവള് ഈ ബുക്കിനകത്ത് ഒരു പേര് എഴുതിയിട്ട് എനിക്കൊരു ഓപ്ഷൻ തരും. അതിലുള്ളത് തരുമല്ലേ, തെറ്റിച്ചൊന്നും തരുമല്ലോ. ഏതെങ്കിലും ഒന്ന് അതിലുള്ളതായിരിക്കുമല്ലോ ഓപ്ഷനില്. ആലോചിക്കാന്നാ? അപ്പൊ റെഡി, എഴുതിക്കോ. ഞാനും റെഡി. ആ ഓപ്ഷൻ പോന്നോട്ടെ. റോക്കി ബൈക്ക് പറയാൻ സമയായി. ഒന്ന് ഫ്രൂട്ട്സ്, ഒന്ന് ചോക്ലേറ്റ്സ്, ഒന്ന് ഡ്രസ്, ഒന്ന് ഷൂസ്. എൻ്റെ മോളെ, ഇത് ഭയങ്കരാക്കിട്ട് ഇവള്. ചോക്ലേറ്റ്, ഡ്രസ്, ഷൂ, പിന്നെന്താ പറഞ്ഞ? വേറെ എന്തായിട്ടുണ്ടാവും? അല്ലല്ല, ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ്. ഷൂ. നോ. എന്തായിട്ടുണ്ടാവും? എന്നൊരു ഓപ്ഷന് ഷൂ അല്ലാത്ത സ്ഥിതിക്ക് ചോക്ലേറ്റ്. യെസ്. അപ്പൊ 50 തരുമോ? അല്ല, ഉത്തരം പോയാൽ കൊണ്ടത് പോയാ? ഉത്തരല്ലോ, ചോക്ലേറ്റ്സ് തന്നെ. ചോക്ലേറ്റ്സ് തിന്നാത്ത ആള് ഷുഗർ ആയിക്കൊണ്ട്. ഷുഗർ ഓളെ ഉപ്പാക്ക്. ഷുഗർ അല്ല, എനിക്ക് സ്വീറ്റ് ആയ സാധനങ്ങൾ താല്പര്യമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ. അംഗീകരിച്ചു. അംഗീകരിച്ചു. 50 പോയി. ഇനി 2 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്, അതും കൂടി വരണം. 2. അടുത്തെന്ത്? ഓക്കെ, നെക്സ്റ്റ് ചാലഞ്ച് ചെല്ലെങ്കിലേ ഒരു ഐറ്റം ഞാൻ എഴുതും. അതേതൊന്നും ഓപ്ഷൻ ഇല്ലാണ്ട് ചെല്ലണം. ഓപ്ഷൻ ഇല്ലാണ്ടാ? ഓപ്ഷൻ ഇല്ലാണ്ട് ചെല്ലണം. ആയിക്കോട്ടെ. ഓക്കെ, നോക്കാൻ കഴിയല്ല. ക്യാമറക്ക് ബെറലൊന്നും തുപ്പിന്നില്ലല്ലോ. നോക്കിയിട്ട് പറ എന്തെന്ന്. ഓപ്ഷൻ ഇല്ലാത്ത ടാസ്ക് ആണ് ഭൈ. ആ, ഞാൻ എന്ത് സിമ്പിളാ ചോദിച്ചത്? നീ നോക്കാം, പറ. എന്തിൽ വിട്ടതാ? അത് പറഞ്ഞാലല്ലേ. ആക്ച്വലി നീ എഴുതിയ എന്തെങ്കിലും ഒരു സാധനം വെജ്. ഫ്രൂട്ട്സിനെ പറ്റിട്ട്. ഫ്രൂട്ട്സാ നീ എഴുതാൻ സാധ്യത ഉള്ളത്? ഞാൻ തിന്നിട്ട് പോലും ഇല്ലാത്ത ഫ്രൂട്ടാ. ചിക്ക് ഞാൻ തിന്നു. സപ്പോട്ടയല്ല, അപ്പൊ ബത്തക്കയല്ല. അല്ലല്ല, ഞാൻ എന്നോട് പറയുന്നു ഉത്തരല്ല. ഞാൻ എന്നോട് പറയുന്നത് ഫ്രൂട്ട്. ഞാൻ അങ്ങനെ ഫാഷൻ ഫ്രൂട്ട് അല്ല. ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് എന്റെ മനസ്സിൽ വന്നത് എന്താ അറിയോ? ഞാൻ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുമ്പോ ഇവളെ നോക്കി. അപ്പൊ ഇവളെ കണ്ണൊന്നും ഇങ്ങനെ തെന്നുന്ന കണ്ട് ഞാൻ വിചാരിച്ച അത് തന്നെയാണ്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ തിന്നിന്. പക്ഷേ ഡ്രാഗൺ അല്ല, നിന്റെ പോരെന്തോ കൊണ്ട. പക്ഷെ ഞാൻ എന്നെ കൺഫ്യൂസ് ആക്കി. ഇവള് തിന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തേത് ഉണ്ടല്ലോ, ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പറയാൻ വന്നത് ആ കൊറോണ പോലത്തെ ഒരു സാധനമല്ലേ ചോന്ന,
അത് എൻ്റെ മനസ്സിലുണ്ടായിട്ട് ഞാൻ അതിനെ തെറ്റിച്ചടാ നീ പുല്ല്. ഇവളുണ്ടല്ല കണ്ണ്, ഞാൻ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് പാഷൻ ഫ്രൂട്ട് അല്ല എന്ന് പറയുമ്പോൾ ഇവളുണ്ടല്ലോ നിന്നെ നോക്കുന്ന ഇങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച് ഇത് കറക്റ്റായിരിക്കുമെന്ന്. അങ്ങനെ പോയി. ഇനി ലാസ്റ്റ് പോയ 50 തിരിച്ചെടുക്കാൻ അവസാനത്തെ വഴിയാണ്. ഇനി ഒരു ഐറ്റം എഴുതിക്കോ, ഏത് ഐറ്റം ആയാലും എന്നോട് പറയണേ ഏതിൽ പെട്ടതെന്ന്. എഴുതിക്കോ മൂന്നാമത്തെ. അല്ല അത് തന്നെ, വേറെ നിനക്ക് എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഞാൻ റെഡി. വേറെ എന്ത് ചാലഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ റെഡി. ഐ ആം വെയിറ്റിംഗ്. അടുത്ത് എഴുതാൻ പോകുന്നത്, അടുത്ത് എന്ത് എഴുതാൻ പോകുന്നത്? വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇത് എനിക്കുണ്ടല്ലോ ആംബിയൻസ്. പറഞ്ഞോ. സെയിം മാറ്റൊന്നുമില്ല, പറഞ്ഞോ. സെയിം. ഞാൻ ഇതിലൊരു ഐറ്റം എഴുതിയിട്ടുണ്ട്. എന്തിന്റെ? എന്ത് സാധനം? എന്ത്? വെഹിക്കിൾസിന്റെ. വെഹിക്കിൾസ് എല്ലാം വരുമോ? ബൈക്ക്, എല്ലാം വരും. എന്തോരം കാറുണ്ട് നിന്റെ ഈ തലക്ക്. ഏത് കാറ് പോയിട്ട്? ഒന്ന് ദാസേട്ടെ എന്റെ വണ്ടി ജാറ്റ്സന്. ബൈക്ക് ഉണ്ട്, എല്ലാം സ്കൂട്ടി, പിന്നെ എന്ത് ചൊല്ല എല്ലാ ഐറ്റമാ. എന്റെ അതിലൊന്ന് ചൂസ് ആക്കാം. ഇവള് അടുത്ത ബ്ലോഗിൽ നിങ്ങൾ നോക്കിക്കോ, ഇതിലും ടാസ്ക് ഞാൻ കൊടുക്കും. ഞാൻ സിമ്പിൾ അല്ല, എൻ്റെ പൊന്നു ഭാര്യയല്ലേ. ആകെ ഒരു 5-6 നമ്പറിന്റെ ഗ്യാപ്പ് വെച്ചിട്ട് ഞാൻ കൊടുത്തോണ്ടിരുന്നു. ഇവളുണ്ടല്ല വലിയ വലിയ തരുന്നത്. അങ്ങനെ വെഹിക്കിളാകുമ്പോൾ അത് പോയി. ഇനി ഇവക്ക് അത്രയും മേലെ വെഹിക്കിളിൻ്റെ പേര് അറിയില്ലല്ലോ. അറിയുന്ന ഒന്ന് സിറ്റി അത്, പിന്നെ ബജാജ് പൾസർ, പിന്നെ എൻ്റെ ദാസേട്ടൻ്റെ കാറ്, താറ്, സ്കോർപ്പിയോ, ഇന്നോവ, ആൾട്ടോ. ബൈക്കിലും പോവാ, സ്കൂട്ടിയിലും പോവാ. ഇന്നോവ ഉറപ്പാന്ന് വെച്ചാ എനിക്ക് ഓപ്ഷൻ കിട്ടുമല്ലേ? ഇന്നോവ അല്ലേ? സ്വന്തം കാറിന്റെ പേരും നോക്ക് ഗൈസ്, നോക്ക്, സ്വന്തം കാറിന്റെ പേര് പോലും അറിയാത്ത ചെല്ലാത്തത് അത്രയുള്ളൂ. അതാണ് നീ അത് എഴുതുന്ന് ഞാൻ വിചാരിച്ചിട്ടാ നീ എന്റെ വണ്ടി ആയിക്കൊണ്ട്. ദാസേട്ടൻ സ്വന്തം കാറിന്റെ പേരല്ലേ ഫസ്റ്റ് പറയേണ്ടത്, അല്ലാണ്ട് അല്ലെന്ന് ഞാൻ പിന്നെ വിചാരിച്ച് എന്തുമില്ല. 50 പോയി. അപ്പൊ ഇങ്ങോട്ട് അങ്ങനെ 50 ഇപ്പൊ എന്താക്കുന്ന നൂഡിൽസ്, മാഗി എന്തെങ്കിലും എടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ 50 കൊടുക്കണല്ലോ. 50 ഞാൻ കൊടുക്കും. അത് പറഞ്ഞ വാക്ക് ഫലിക്കും. അല്ല 50 ആയിട്ടുള്ളൂ, 150 കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അടുത്തത് ഞാൻ ബാക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇവക്ക് ഞാൻ സിമ്പിളാണ് കൊടുക്കുന്നത്, ഇവള് ചെയ്യുന്ന പോലെ ഒന്നുമില്ല. ഞാൻ ബാക്ക് ചെയ്യുന്ന ഒരു നമ്പർ പൊക്കും. 10ന്റെ ഉള്ളിലുള്ള നമ്പർ ആയിരിക്കും. എന്തായാലും എനിക്ക് 5 വയറിലല്ലേ ഉള്ളൂ. ആ പൊക്കിയ നമ്പർ ഏതെന്ന് നീ കറക്റ്റ് പറയണം. പറഞ്ഞാൽ നിനക്ക് 50 കിട്ടും. റെഡി? 1 2 3. അപ്പോൾ ഹലോ ഹബീബി, ഹബീബി പറഞ്ഞോ. 5 9. അപ്പൊ അത് പോയി, അത് ഖത്തം. എൻ്റെത് വീണ്ടും വീണ്ടും സിമ്പിളാണ്. ഞാൻ പിന്നെ കുറേ വെജിറ്റബിള്, കാറ് ഇതൊന്നും കൊടുക്കുന്നില്ല. ഇനി അടുത്തത് സെയിം സാധനം, ഒരു നമ്പർ ഞാൻ പൊക്കും. അത് എത്രയെന്ന് പറയണം. സിമ്പിളാണ്, സിമ്പിളാണ്, സിമ്പിളാണ്. എത്ര? 4 തൊലി. അങ്ങനെ അവസാനം ഇവള് ഈ 150 എടുത്ത് ഈ വീഡിയോ കട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അടുത്തത് ലാസ്റ്റ് ഫൈനല്. ഇതെത്ര? ഓപ്ഷൻ ഇല്ല. ഒന്നുമില്ല. എന്തില്ല? ഇല്ല. 4. അപ്പൊ ഗൈസ് അതും അടപടലം. ഇനി നീ എന്നോട് ചോദിച്ചോ. 150 ഞാനിപ്പോ 0 പോയിന്റിലല്ലേ? തീർന്ന്. അതേ ക്വസ്റ്റ്യനാ? പിന്നെ നിനക്ക് വേറെ ചാലഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഞാൻ റെഡി. വേറെ എന്തെങ്കിലും ചെയ്യണം? ഏറെ നേരത്തെ പ്ലാനിങ്ങിന് ശേഷം അവള് അതേ കളി മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ബാക്കിൽ നിന്ന് കിട്ടുന്നല്ലേ ഇവരെ? ഓക്കെ റിസു, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ 8. അല്ല, എന്നെ അവള് ചീറ്റ് ചെയ്തടാ. നിങ്ങൾ രണ്ടും ഒരു ടീമല്ല. നിക്ക്. അടുത്തത്. ഇനി ഞാൻ നിന്നെ വിശ്വസിക്കൂല, ചത്താലും. ഞാൻ 8 എന്ന് പറഞ്ഞടാ. ഇവള് കള്ളക്കളിക്ക് ഞാനാ നിക്കുന്നല്ലേ. ഇനി റെഡി.
ആ ചെല്ലു. എന്നെ നോക്കുന്നില്ല ഞാൻ എൻ്റെ ബുദ്ധിയോട് ചോദിക്കാം. 3 മൂഞ്ചി 5 നീ എന്തുവായി 5 10 തന്നെ. എൻ്റെ ബാക്കിയുണ്ട്. അടുത്തത് അടുത്തതാ 3 ഞാൻ വിശ്വസിക്കാത്ത എന്തെന്നറിയോ, ഇവള് എന്നെ ഇത്രയും നേരം വട്ടം ചുറ്റിച്ച് സത്യം പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. എന്തൊരു കെണിയാവായി. അപ്പൊ അങ്ങനെ ഇതും മൂഞ്ചി. ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഉണ്ടല്ല, ഇനിയിപ്പോ ഈ 50 വൈൻഡപ്പ് ചെയ്യാ. എനിക്ക് തോന്നുന്നില്ല. ചാലഞ്ച് വേണോ? അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് ഉണ്ടല്ലോ കോയിന്. ഇതാണ് കിങ്. ഇത് ഈ 2 രൂപ വരുന്ന ഭാഗം ലെറ്റർ. ഞാനിത് 3 വട്ടം ഇങ്ങനെ മേലോട്ടിടും. അപ്പോൾ നീ ഒരു ഉത്തരം പറയുന്നു, അത് കറക്റ്റ് വന്നാ 50. ഓക്കെ, റെഡി? കിങ് ഓർ ലെറ്റർ? ടിക് 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 ടിക്. ഏത് നമ്പർ? നമ്പർ അല്ല, ലെറ്റർ. ലെറ്റർ നോക്കാം ഫസ്റ്റ്. അപ്പൊ കിട്ടി ഗൈസ്. 100 സെറ്റായി. പടച്ചോനെ, 150 നിൽക്കൂലല്ലോ. റെഡി? കിങ് ഓർ ലെറ്റർ? കട്ട് വീഡിയോ ഇട്ടാക്കണ്ട, ഇത് ഇട്ട്. റെഡി? കിങ് ഓർ ലെറ്റർ? കണ്ടിട്ട് ഉറപ്പ് കണ്ടിട്ട്. അപ്പൊ ഇത് കിങ് ആയിട്ടുണ്ട്. അടുത്തത് കിങ് ഓർ ലെറ്റർ? വരിട്ട്. എന്റെ പൊന്നെ, അതാ ഇപ്പൊ എല്ലാം എനിക്ക് അനുയോജ്യമായിരിക്കണേ. കിങ് ഓർ ലെറ്റർ? കിങ്. കിട്ടി ഗൈസ്, കിട്ടി. 150 രൂപ കിട്ടി. 150 രൂപ. എനിക്കില്ല. ഒരു ട്രൈ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്യാം. റെഡി? ഞാൻ സിമ്പിൾ ആയിട്ടോ. ഈ സാധനം ക്യാച്ച് ചെയ്യോ? കിങ്. കിങ്. ലെറ്റർ അവ. നെക്സ്റ്റ് കിങ്. കിങ്. ഉറപ്പാ? ഉറപ്പാ? നോക്ക് ഗൈസ്. പോയി ഗൈസ്, പോയി. ഇനൊന്ന് ബാക്കിയുണ്ട്. എന്ത് ബാക്കിയുണ്ടായിട്ട് ഞാൻ നിരാശനാണ്. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് ബിക്കോസ് ഓഫ് ദ. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്. ഇവളുണ്ടല്ല, ആമ പോകുമ്പോ ഇങ്ങനെ റോൾ ചെയ്ത് വന്നാലല്ലേ. ആ പോട്ടെ. പക്ഷെ 50 എൻ്റെ കയ്യിലാ ഉള്ളേ. ആ ഇല്ല, എനിക്കൊന്നും തേഞ്ഞിട്ടാ നിക്കുന്ന. കിങ്. കിങ്. ലാസ്റ്റ് 50 രൂപ കിട്ടും. 50 രൂപ കിട്ടും. കിങ്. ഇത് എന്റെ 2 രൂപ. അപ്പൊ ഗൈസ്, ഈ കളിയിൽ ചാലഞ്ചിൽ ഞാനാണ് വിന്നർ. ഞാനാണ് വിന്നർ. ക്യാഷ് തരാം. അപ്പോ എന്റെ പൊന്നാര പ്രിയപ്പെട്ട ഗാന്ധിജി, അങ്ങനെ എന്റെ കൈകളിൽ നിന്നും എനിക്കുള്ള പൈസ അടുത്ത ചാലഞ്ചിൽ ഞാനിത് തിരിച്ചെടുക്കും. ഇതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചെടുക്കും. എന്നാ സംഭാവനയായിട്ട് ക്യാമറ എൻജോയ്. എന്താ നെക്സ്റ്റ് ചാലഞ്ച് ഇതേപോലെ നീ 150 കൊണ്ടേറ്റ് വീടല്ലേ കെട്ടി ബാക്കി ബാങ്കിലിട്. എന്ത് ഇതുകൊണ്ട് നീ എന്ത് അടുത്ത പ്ലാൻ എന്ത്? അല്ല സീരിയസ്, ഈ 150 നീ എന്ത് ചെയ്യാൻ പ്ലാൻ? 150 ഇത് നീ പറയ്. എന്താ ഇത്? എന്റെ പിള്ളേർക്ക് ഞാൻ മിഠായി വാങ്ങിട്ട് കൊടുക്കും. ഇത്
ഇന്നക്കുള്ള നോമ്പിന്റെ സമൂസ. ഓ അപ്പൊ ഓക്കെ, അപ്പൊ ഞാനുണ്ട് ഈ കൂട്ടത്തില്. എന്തെങ്കിലും എന്നാലും ഞാൻ സാഡാട്ടാ, 150 അല്ല, ഒരു കളി ഞാൻ ജയിച്ചില്ലല്ലോ, പ്രത്യേകിച്ച് കോയനില്. സാധാരണ ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ടോസിന് പോയാലും എനിക്ക് അത്യാവശ്യം ടോസ് കിട്ടാനുള്ളതാ. ഇന്ന് എന്റെ ടോസ് മൊത്തം പോയി. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് സമൂസ എല്ലാം കാണിക്കുന്നില്ല. സമൂസ വേണമെങ്കിൽ കാണിക്കണ സമൂസ ആ പറഞ്ഞു അതിന്റെ സജസ്റ്റ് ആ പറ്റുക. അല്ല ഇപ്പൊ പണിയുണ്ടാ? വലിയ പണിയുണ്ടല്ലേ? ആ പൈസന്റെ അത് ഏതെങ്കിലും ഞാൻ അടുത്ത ഞങ്ങളുടെ മറ്റേ ബ്ലോഗിലേക്ക് പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. പോട്ടെ, എന്നാലും നിങ്ങൾ പേടിക്കണ്ട, ആ പൈസ ഞാൻ ഇനി തിരിച്ചു മേടിക്കൂല. അത് അവർക്കുള്ളത് തന്നെയാ, മാഷാ അല്ലാ. പിന്നെ അല്ലാതെ കൊടുക്കുന്ന പോലെയല്ല, ചാലഞ്ച് ചെയ്ത് കിട്ടിയ പൈസ അത് അവരെ എഫേർട്ടിനുള്ളത് തന്നെയാ. പിന്നെ ഉണ്ടല്ലോ, അല്ല നെക്സ്റ്റ് ഇങ്ങനെ 500 രൂപക്ക് ആലോചിക്കാം. ഫസ്റ്റ് ഈ വീഡിയോക്ക് റീച്ച് എത്രയും നോക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. 500 വേണം, 150 പോയതെങ്കിലും തിരിച്ചു കിട്ടണ്ടേ. പിന്നെ അപ്പൊ നമ്മള് ഇത് ചെറുത്, നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് അനിയന്റെ വൈഫ്, പെങ്ങന്മാര്, പിന്നെ അവിടെ ഉണ്ട് അനിയന്റെ വൈഫ് എന്ന് പറയുമ്പോ നോക്കുന്ന ഞാൻ തിരിക്കുക, ക്യാമറ തിരിച്ചാണ്. ഇപ്പൊ അവള് ഡ്രസ്സ് എടുക്കുന്നത് തിരക്കാ. പോട്ടെ, അപ്പൊ അതൊക്കെ ആയിട്ട് ഇനിയും ഞങ്ങള് ഉറപ്പായിട്ടും വരും. നല്ല നല്ല ചാലഞ്ച്, നല്ല നല്ല ബ്ലോഗ്സ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കൂടെ നെഞ്ചും കൊണ്ടിരുന്ന ഇങ്ങനെ. പിന്നെ അവസാനം വരെ എത്ര പേര് കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പോകാവൂ. പ്ലസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യാം, എന്തും ചെയ്യാം കമന്റ്. ഓക്കെ, ഞാൻ കണ്ടു. അല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങ പറയുന്ന ചാലഞ്ച് നമുക്ക് എടുക്കാം. ആ നിങ്ങൾ ചാലഞ്ച് പറഞ്ഞോ, എന്തെങ്കിലും ചാലഞ്ച് നിങ്ങൾക്ക് പറയാം. എന്തും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് എന്താണ് സാറ്റിസ്ഫൈഡ് ആപ്റ്റഡ് ആവുന്നത് അത് ചെയ്യും. അങ്ങനൊന്നുമില്ല, നിങ്ങൾ പറയുന്ന ചാലഞ്ച് എന്തും ഞാൻ ചെയ്യും. ഞങ്ങളുടെ ഒരു ക്രൈറ്റീരിയ, ഞങ്ങളുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിന് ചേർന്ന രീതിക്ക്. പിന്നെ പബ്ലിക് ചാലഞ്ച് ഒന്നും പറയരുത്, നാട്ടോട്ടി പോയി ഒച്ചപ്പാടിലാക്കുന്നൊന്നും പറഞ്ഞ അത് വേണ്ട, റിസ്കാ. പറയുന്നത് നെക്സ്റ്റ് ട്രിപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ, ചാലഞ്ച് ജയിച്ചാലും. ഇതാകുമ്പോ 150, 200. നമ്മള് 150, 200, 50 തുടങ്ങി 100 ആവും, അടുത്തത് 200 ആവും, 500 ആവും. അങ്ങനെ പതുക്കെ പോകത്തുള്ളൂ. അതിന് മാത്രമൊന്നും. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് ലേറ്റ് ആയി തോന്നുന്നു വീഡിയോ. സോ ഇനിയും ഇതുപോലത്തെ സുനാഫിക്കേഷൻ ഓഫ് ദ ലിങ്കോൾഫി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോ. നീ പറയുന്നില്ല മറ്റത് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. എല്ലാത്തിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുമ്പോ ഇവള് എന്നാ പിന്നെ ഇന്ന് നീ വൈൻഡപ്പ് ചെയ്യുന്ന വൈൻഡപ്പ് ചെയ്തല്ലോ. ചെയ്താ ഓക്കെ. അപ്പൊ നാളെ ബൈ ബൈ.